ആ മോളെ, ഇതൊക്കെ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ പരത്തിയിട്ടുള്ള എന്തിനാ? ഇതുണ്ടോ, ഇതൊക്കെ നിന്റെ മേക്കപ്പ് സാധനങ്ങളല്ലേ ഇതൊക്കെ? മേക്കപ്പ് ചെയ്യാ അല്ലേ? ചെയ്തോ ചെയ്തോ ചെയ്തോ. അത് ഇങ്ങനെ പരത്തിയിടണം എന്തിനാ? ഇവിടുന്നു അച്ഛനെ അടുത്ത് നിന്നിട്ട് ചെയ്തോട്ടാ. അതുപോലെ തന്നെ ഇതണ്ട ഇവിടെ ഈ ആകെ ഫോണൊക്കെ ഒന്ന് തുടച്ചു വെച്ചൂടെ പൊടിയൊക്കെ ആയിട്ട്? അതിന് നിങ്ങളുടെ മോളെ ഞാൻ ഇവിടെ പോയി. മോളെ, നമുക്ക് ഇവിടെ ഒരു അഴല് കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ കെട്ടിയിട്ട് മോൾക്ക് കഴിയുമ്പോ തുണിയൊക്കെ ഇടാലോ വെച്ചിട്ട് അച്ഛങ്ങനെ അത് നോക്കിയതായിരുന്നു. വേണ്ടേ? അതില് വേണ്ടെങ്കിൽ വേണ്ട, അച്ഛനെ കെട്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നേ. വേണ്ടേ? ഇല്ല, ഈ മാസം എന്തായാലും ഞാൻ വരുന്നുണ്ടാവില്ല. ചേച്ചിക്ക് എന്താ അച്ഛനോട് ഒറ്റയ്ക്കല്ലേ, ഏട്ടൻ സമ്മതിക്കില്ല. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയല്ലേ അവിടുന്ന് പോകുന്നത്, 2 ദിവസം നിന്നിട്ട്. ആ എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ കേട്ടോ. സമ്മതിക്കൊന്നുമില്ല, അത് ഉറപ്പാ. പിന്നെ ഏട്ടനും കുട്ടികളൊക്കെ എന്തിയേ? മോളെ, അച്ഛനാ പേടിക്കണ്ട. അതെ, മോളെ എവിടെ നോക്കാൻ വേണ്ടിട്ട് അച്ഛൻ അവിടെയൊക്കെ നോക്കി കണ്ടില്ല, അപ്പൊ ഇവിടെ വന്ന് നോക്കിയതാ. ഫോൺ ചെയ്യാ. ആരാ ഫോണിൽ? ആരാ? എന്റെ ചേച്ചിയാ. നിന്റെ ചേച്ചിയാ? ആയിക്കോട്ടെ, കിടന്നോ. ആയിക്കോട്ടെ, നടക്കട്ടെ അച്ഛൻ പോവാ. നടക്കട്ടെ. ചേച്ചി, ഏട്ടൻ പോയേ പിന്നെ അച്ഛൻ എന്തൊക്കെയോ ഒരു മാറ്റം പോലെ. അല്ല, എനിക്ക് തോന്നുന്നതല്ല, എന്തോ ഉണ്ട് മാറ്റം. ശരി. ഇനിയിപ്പൊ ആരേനെ ഒന്ന് വിളിക്ക? വസന്തയ്ക്ക് ഒരു മെസ്സേജ് വിടാം. ഒരു വോയിസ് മെസ്സേജ്. വസന്തേ, ഞാനാ ബാലകൃഷ്ണൻ. ഞാൻ അയക്കണ ഒരൊറ്റ മെസ്സേജിന് നീ റിപ്ലൈ തരുന്നില്ല കേട്ടോ. അപ്പോഴേ ഞാൻ ഒരു മെസ്സേജ് വിട്ടതാ, ഇത് കണ്ടാലെങ്കിലും ഒന്ന് വിളിക്കുക ട്ടാ. ശരി. ഇനിയിപ്പോ ആർക്കും ഒരു മെസ്സേജ് അയക്കുക? എത്ര പെട്ടെന്ന് റിപ്ലൈ വന്നു. വസന്ത. ഇവള് തൽപര കക്ഷിയല്ല, എന്നാലും വിടണ്ട. ചന്ദ്രികയ്ക്കൊന്ന് വിളിക്കാം. എടുക്കാറില്ല, എന്നാലും ചന്ദ്രികേ, ഞാൻ ഫോൺ വിളിക്കുമ്പോഴൊന്നും നീ എടുക്കാറില്ലല്ലോ. ഇന്നലെ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നീ എടുത്തില്ല. വീട്ടിൽ ഒറ്റയ്ക്കല്ലേ നീ? മക്കളൊക്കെ വിദേശത്തല്ലേ, ഭാഗ്യവതിയായിട്ടിരിക്കല്ലേ. അപ്പൊ ഒരു നേരം പോക്കിന് ഞാനൊക്കെ ഒന്ന് വിളിക്കുമ്പോ ഇടയ്ക്ക് എടുത്തൂടെ? പേരക്കുട്ടിയോളോ അപ്പുറത്ത് എവിടെയെങ്കിലും പോയി കളിച്ചോട്ടേതേ. നിനക്ക് അപ്പുറത്ത് ആ റൂമിലോ അവിടെ എവിടെയെങ്കിലും വന്നിരുന്നിട്ടൊന്ന് വിളിക്കുക, സംസാരിക്കുക ഇടയ്ക്കൊക്കെ. ഒരു രസല്ലേ? ഇല്ല, കുഴപ്പമില്ല, അങ്ങനെ പോണു, സുഖാണ്. പിന്നെ ഞാന് 2 ദിവസം കഴിഞ്ഞാ ഒന്ന് ഗുരുവായൂർ പോണെന്ന് വിചാരിക്കുന്നുണ്ട്. നീ ഏതായാലും വീട്ടിൽ തനിച്ചല്ലേ, നമുക്ക് 2 ആൾ കൂടി വിട്ടാലോ? ഇതിലൊക്കെ ഇപ്പൊ എന്തത്ര ആലോചിക്കാനുള്ളത്? പോവാ, നമുക്കൊന്ന് തൊഴുകയും ചെയ്യാം,
എന്നിട്ട് പോരാ. താല്പര്യം ഉണ്ടെങ്കിൽ പറയൂ കേട്ടാ. ഏ വെക്കല്ലേ, എന്ത് പണിയാ പോരാ ആൾക്ക് അവിടെ. എന്നാ വെച്ചോളൂ. ഓക്കെ. എന്താ കഥ. എന്നാലും വീഴാൻ സാധ്യത ഉണ്ട്. പോയി കാണണമല്ലോ. മോളെ, അതെ മോളുടെ പാദസരം കണ്ടപ്പോഴേ ഞാനേ അച്ഛ അവിടെ അങ്ങനെ ഒരു ആണി അടിക്കായിരുന്നേ, അത് ഇങ്ങോട്ട് തെറിച്ചു പോയി ആ ആണി. അപ്പൊ പാദസരം കണ്ടപ്പോ അതിന്റെ ആ തിളക്കം കണ്ടപ്പോ ആണിയാന്ന് വിചാരിച്ചു, അതാ ഞാൻ തൊട്ട് നോക്കിയത് കേട്ടാ. അല്ല, ആണി ഇവിടെ അതിന്റെ അടിയിൽ എവിടെയോ പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. മോള് പേടിച്ചോ? കിടന്നോളൂ, പേടിച്ചോ? അച്ഛൻ പോവാ, പേടിക്കണ്ട. അച്ഛൻ നാണല്ലേ? അച്ഛന്റെ മോന്റെ ഭാര്യയല്ലേ ഞാൻ, എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണത്? നീ എന്റെ മരുമോളാണെങ്കിൽ ഞാൻ മോളെ പോലെയല്ല കാണുന്നത്. അച്ഛൻ എന്റെ മോളെ പോലെയാണോ കാണുന്നത്? അതെനിക്ക് കൂടി തോന്നണ്ടേ? എന്താ ഫോൺ എടുക്കാത്ത? ഏട്ടാ, എന്നെ കൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ എന്നോട് ഒരുപാട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. എന്റെ തോന്നലൊന്നുമല്ല. ഇന്നിപ്പോ ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ മുറിയിൽ വന്ന് എന്റെ കാലിലൊക്കെ, എനിക്കിത് പറയാനൊന്നും നാണക്കടാ. ഇതൊന്നും എന്റെ തോന്നലല്ല. ഇതൊക്കെ ഞാൻ എത്രയായി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തത്? ഒരാണ് പെണ്ണിനോട് മോശമായിട്ട് പെരുമാറുമ്പോ എനിക്കെന്നെ മനസ്സിലാവില്ലേ? എനിക്കിനി വയ്യ ഇവിടെ നിൽക്കാൻ. നിങ്ങളോ നിങ്ങളുടെ അച്ഛനോ ആരാന്ന് വെച്ച് ഇവിടെ നിന്നോ, ഞാൻ ഇവിടെ നിൽക്കില്ല. ഒന്നെങ്കിൽ നിങ്ങളുടെ അച്ഛനെ നിങ്ങളൊരു പെണ്ണിനെ ശരിയാക്കി കൊടുക്കുക, അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കാമപ്രാന്താ. ഇല്ല, ഞാൻ എന്റെ വീട്ടിൽ പോവാ. എന്നെ കൊണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റണില്ല. ഇല്ല, എനിക്ക് വയ്യ.